ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു സന്ധ്യാസ് വ്ളോഗ്സ്. നമ്മുടെ കോവളം യാത്രയുടെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. ഇന്ന് ശരിക്കും നമ്മൾ വൈകുന്നേരം തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഒരു 9:30 മണിയായപ്പോൾ ഞങ്ങളിവിടെ ബീച്ചിൽ വന്നതാണ്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ നമുക്ക് രാവിലെ ഇവിടെ നിന്ന് വരാം. നമ്മൾ ഇന്നലെ വൈകുന്നേരം വന്നപ്പോഴത്തേനും ഏകദേശം സൂര്യാസ്തമയത്തിൻ്റെയൊക്കെ സമയമായി. അപ്പോൾ ഈ മനോഹര കാഴ്ചകളെല്ലാം നമുക്ക് അതിൻ്റെ സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന ഒരു പകൽ സമയത്തൊന്ന് കാണാൻ വരാമെന്നൊക്കെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഞാൻ നോക്കൂ, അവിടുത്തെ ഈ പാരച്യൂട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ, അവിടെ പാരാഗ്ലൈഡിങ് നടക്കുവാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ടത്. എനിക്ക് നല്ല ശക്തിയുണ്ട്, ആഞ്ഞടിക്കുകയാണ് കേട്ടോ. നല്ലൊരു ഭംഗിയല്ലേ കാണാനായിട്ട്. ഒരുപാട് ആളുകളുണ്ട്, പക്ഷെ ഇന്നലെ വൈകുന്നേരത്തിൻ്റെ അത്രയും തിരക്കില്ല. രാവിലെ സമയത്ത് നല്ല വെയിലും കൂടിയാണല്ലോ, അതുകൊണ്ടായിരിക്കും ഇപ്പോഴും ഇങ്ങനെ കൊടയും അതുപോലെ ആ ഒരു എന്താ പറയുക നമ്മുടെ ബീച്ച് ഈ കടലിൻ്റെ ആ സൈഡ് ഭാഗത്തായിട്ട് ഇങ്ങനെ കിടക്കാനുള്ള ബെഡും എല്ലാം ഇവിടെ സെറ്റാണ് കേട്ടോ. അതാ നോക്കൂ, ഒരുപാട് ആൾക്കാർ പാരാഗ്ലൈഡിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. പാരച്യൂട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ, ഇതിന്റെ സംഘാടകര് വന്ന് ചോദിച്ചു കേട്ടോ, ഇങ്ങനെ പാരച്യൂട്ടിൽ കയറണോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. ഇതായില്ലേ നമ്മൾ ഇന്നലെ രാത്രി കണ്ട ആ ഒരു നല്ല എന്താ പറയാ മരങ്ങളും അതുപോലെ ഇന്നലെ രാത്രി മരങ്ങൾ അങ്ങനെ അധികം കാണാൻ പറ്റിയില്ല, ചെറിയ ഇരുട്ടായോണ്ട്. ഇപ്പൊ കണ്ടോ നല്ല വെളിച്ചത്തിൽ എന്ത് ഭംഗിയാ കാണാനല്ലേ. മരങ്ങളും അതിന്റെ സൈഡിലെ പാറക്കൂട്ടങ്ങളും അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഈ കോവളം ബീച്ച് കേട്ടോ. നമ്മൾ ഈ സൈഡിൽ കൂടിയാണ് നമ്മൾ ഇങ്ങോട്ട് കയറി വരുന്നത് കേട്ടോ. ഇന്നലെ വൈകുന്നേരം ഇവിടെ കൂടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് ബീച്ചിലേക്ക് കയറി വന്നത്. അതേപോലെ ഇന്ന് പകലും ആ വഴി തന്നെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലെ ആ ഒരു സൂര്യാസ്തമയ സമയത്ത് കണ്ട കാഴ്ചകളുടെ പകൽ സമയ സുന്ദരമായ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. നോക്ക്, ഞാൻ ഇന്നലെ പറഞ്ഞില്ല ഇങ്ങനെ തിര വന്നിങ്ങനെ ആഞ്ഞ് നമ്മുടെ പാറക്കൂട്ടങ്ങളിലേക്ക് അടിക്കുമ്പോൾ ആ വെള്ളം ഇങ്ങനെ ചെതറി പോകുന്നൊരു കാഴ്ച എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ. നല്ല ശക്തമായ തിരയാണ് കേട്ടോ. ഒരുപാട് ബോട്ടിങ്ങും കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. ബോട്ടിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ സാധാ ഇങ്ങനെ ആളുകളെ കൊണ്ടുപോകുന്ന ബോട്ടിംഗ് അല്ല, നമുക്ക് വേണമെങ്കിൽ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഓരോ ബോട്ടിങ്സും എല്ലാം ഇവിടെ ഉണ്ട്. അതിനുള്ള സംഘാടകരും കാര്യങ്ങളും എല്ലാം ഇവിടെയുണ്ട്. നമ്മൾ ചെല്ലുമ്പോൾ നമ്മളോട് ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഭംഗിയല്ലേ കാണാനായിട്ട്. ശരിക്കും ഏത് സമയത്ത് വന്നാലും അതിൻ്റെതായ ഭംഗിയാണ്. സൂര്യാസ്തമയത്തിന് മുന്നേ വന്നപ്പോൾ അതൊരു സൗന്ദര്യം വേറെ, സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു സൗന്ദര്യം വേറെ. ഇതാ ഇന്ന് രാവിലെ സൂര്യൻ ഉദിച്ചിട്ട് കുറച്ച് നേരമായി, ഒരു 9 മണി 10 മണിയായി. ഇപ്പോൾ അങ്ങനെ വന്ന് കണ്ടപ്പോൾ അതിലേറെ സൗന്ദര്യം. ഏതിനാണ് ഏറ്റവും ഭംഗി എന്ന് പറഞ്ഞാൽ അറിയില്ല. അതാ കണ്ടോ, ഒരു ബോട്ട് പോയ സ്പീഡ് ബോട്ട് പോലെയൊക്കെ അങ്ങനെയൊക്കെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഒരുപാട് ആളുകൾ ഇങ്ങനെ കൊടയുടെ കീഴിലേക്ക് ഇരിക്കുന്നുണ്ട്. പിന്നെ ഐസ്ക്രീംസ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇന്നലെ വൈകുന്നേരം ഇവിടെ കണ്ടായിരുന്നു. മൊത്തത്തിലുള്ളൊരു വ്യൂ ആണ് ഇപ്പോൾ ഈ കാണുന്നത്. നമ്മൾ കയറി വരുന്ന ഭാഗത്തിൻ്റെ ആ ഒരു ഓൾറൗണ്ട് വ്യൂ ആണ് കേട്ടോ. ഞാൻ എൻ്റെ ഈ ഒരു ഇന്നലെയല്ല ഞാനൊരു 2 മണിക്കൂർ മുമ്പാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത്, കോവളത്തിൻ്റെ ഫസ്റ്റ് പാർട്ട്. അതുപോലെ ഇതിപ്പോൾ സെക്കൻഡ് പാർട്ടാണ്. ഈ 2 പാർട്സിലും കൂടി ഞാൻ കോവളം ബീച്ചിൻ്റെ കംപ്ലീറ്റ് സൗന്ദര്യം ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മളിങ്ങനെ നടക്കുവാണ്, കുറച്ചുകൂടി മുന്നോട്ടേക്ക് നടക്കാം. ഒരുപാട് ആളുകൾ ഇതുപോലെ, കൂടുതലും ഫോറിനേഴ്സാണ്, അല്ലാത്ത നമ്മുടെ നാട്ടിലെ ആൾക്കാരും ഉണ്ട് കേട്ടോ. ഇതുപോലെ നല്ല രസമല്ലേ ഇങ്ങനെ കടൽ കണ്ടിങ്ങനെ, വെയിലടിക്കത്തില്ലല്ലോ നമുക്കിങ്ങനെ കുടയൊക്കെ ഉള്ളതുകൊണ്ട് സുഖമാണ് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കണ്ടുകൊണ്ട് കിടക്കാനൊക്കെ നല്ല രസമാണ്. ഇത് അതിൻ്റെയൊക്കെ ആളുകളാണ് കേട്ടോ. ഈ ഒരു ഇങ്ങനെ പല പല സംവിധാനങ്ങളുണ്ടല്ലോ, അതിൻ്റെ എല്ലാം സംഘാടകരാണ് ഈ നിൽക്കുന്നത് നടക്കുന്നത് എല്ലാം. കൂടുതലും അവരാണ്. കാരണം ഈ സമയം വെയിലും കൂടി ആയതുകൊണ്ട് അങ്ങനെ ഒരുപാട് ആളുകളില്ല. ഇത് ശരിക്കും ഞായറാഴ്ച രാവിലെയാണ് കേട്ടോ, ബീച്ചിൻ്റെ ഞായറാഴ്ച രാവിലത്തെ കാഴ്ചയാണിത്. ഇനി നമുക്ക് നോക്കാം. നമ്മൾ ഏതായാലും നടന്ന് കുറച്ചുകൂടി മുന്നോട്ട്, നമ്മൾ ഇന്നലെ ആ ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ കണ്ടില്ലേ, ഫിഷിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ നമുക്ക് അങ്ങോട്ട് പോകാം. ഞാനിങ്ങനെ കുറച്ച് മുന്നോട്ടേക്ക് നടന്ന ശേഷം വീണ്ടും ഞാൻ വന്ന വഴിയിലേക്ക് ഇങ്ങനെ ക്യാമറ തിരിക്കുവാണ് കേട്ടോ. അപ്പോൾ കാണുന്ന ദൃശ്യങ്ങളാണ്. പിന്നെ നമ്മൾ നിന്നു പോവും. ഇത് കണ്ടാൽ നിന്നു പോകാത്ത ആരെങ്കിലും ഉണ്ടോ? ശരിയല്ലേ ഞാൻ പറയുന്നത്? കുട്ടികളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഒരുപാട് ഇന്നലെ കണ്ട അത്രയും ഇല്ലെങ്കിലും, കാരണം കുട്ടികൾക്ക് വെയിലൊന്നും ഒരു പ്രശ്നമല്ല. ഇത്രയും ഭംഗിயான സ്ഥലത്ത് ഓടിക്കളിക്കാമല്ലോ അല്ലേ. നമ്മൾ ഇന്നലെ കണ്ട ബോട്ടിൻ്റെ ഭാഗം, ബോട്ടല്ല വള്ളമൊക്കെ ഉണ്ടായില്ലേ, ആ ഭാഗമാണ് കേട്ടോ. അതായത് നമ്മൾ ഇന്നലെ ഭക്ഷണം കഴിച്ച റെസ്റ്റോറൻറ്റിൻ്റെ നേരെ മുൻഭാഗമാണ് ആ കാണുന്നത്.
കണ്ടോ, ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഉണ്ടല്ലോ കുറച്ച് വൈകിപ്പോയി. ഇതിപ്പോൾ ഞങ്ങളൊരു 9:30 എത്തി. പക്ഷെ ഞാൻ അവിടെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു 8 മണി 8:30 ആയപ്പോഴത്തേനും വള്ളമൊക്കെ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞു. അപ്പോൾ മീനൊക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഞങ്ങൾ എത്തിയപ്പോഴത്തേനും കുറച്ച് വൈകിപ്പോയി. അപ്പോൾ ആകെ 2 ബോട്ട് വള്ളം മാത്രമേ ഉള്ളൂ ഇതുപോലെ പോകുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വേറെ എവിടെയെങ്കിലും ഇത് കാണാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളാണെങ്കിൽ ഇന്നിപ്പോൾ വൈകുന്നേരം ഞാൻ തിരിച്ചു പോകുവാണല്ലോ, അപ്പോൾ അതുകൊണ്ട് കാണാൻ സാധിച്ചില്ല. നമുക്ക് വേറൊരു പ്രാവശ്യം തിരുവനന്തപുരത്ത് വരുമ്പോൾ തീർച്ചയായിട്ടും വിഴിഞ്ഞം തുറമുഖത്ത് പോയി പിന്നെ വഞ്ചികളിൽ ഇതുപോലെ വലിയ വലിയ വള്ളങ്ങൾ പോയി മീനുകളെയൊക്കെ കൊണ്ടുവരുന്നത് നമുക്ക് കാണാം കേട്ടോ. എന്നാൽ നമുക്ക് ഒരുപാട് പാരാഗ്ലൈഡിങ് ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ടല്ലേ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് തോന്നി കേട്ടോ അതിനൊന്ന് കയറണമെന്ന്. പക്ഷെ എനിക്ക് ധൈര്യമില്ല, അല്ലെങ്കിൽ ഞാൻ കയറിയേനെ കേട്ടോ. ഇപ്പോൾ വള്ളങ്ങളൊക്കെ വന്നു, അതിൻ്റെ അകത്ത് മീനുകളെയൊക്കെ കൊണ്ടുപോയി. ഇപ്പം ഇങ്ങനെ വല മാത്രമേ ഉള്ളൂ, അതൊക്കെ ഇങ്ങനെ അവർ റെഡിയാക്കി വെക്കുകയാണ്. പക്ഷേ ഒരുപാട് വള്ളങ്ങളില്ല കേട്ടോ കോവളം ബീച്ചിൽ. 2-3 വള്ളങ്ങൾ മാത്രമേ പോകുന്നുള്ളൂ മീൻ പിടിക്കാനെന്നാണ് പറഞ്ഞത്. അതേസമയം വിഴിഞ്ഞം തുറമുഖത്ത് ഒരുപാടുണ്ട്. അവിടെ ആകുമ്പോൾ ഏത് സമയവും ഇങ്ങനെ മീനുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിന് 10 മണിയെന്നോ 11 മണിയെന്നോ ഒന്നുമില്ല, ഫുൾ ടൈം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അവിടെ ചെല്ലാം. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ കോവളം ബീച്ചിൻ്റെയും മനോഹാരിതയും മനം മയക്കുന്ന സൗന്ദര്യവും ആ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം കേട്ടോ. നമുക്കിനി ഇവിടുത്തെ തിരമാലകളുടെ ശബ്ദമെല്ലാം ഒന്ന് കേട്ടാലോ. നമ്മളിപ്പം നടന്നിട്ട് ബീച്ചിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് പോയി. അതായത് നമ്മുടെ വള്ളങ്ങളൊക്കെ കണ്ടില്ലായിരുന്നോ, നമ്മൾ ഇന്നലെ രാത്രിയും ഇന്നിപ്പോൾ രാവിലെയും കണ്ടില്ലേ. ഈ വള്ളങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോകുമ്പോൾ ലെഫ്റ്റിലേക്ക് ബീച്ച് തിരിയുവാണ്. ആ ഭാഗത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. അവിടെയാണ് ലൈറ്റ് ഹൗസ്. കണ്ടോ, അത് വലിയ കാണുന്നതാണ് ലൈറ്റ് ഹൗസ്. ആ ഭാഗമാണ് കേട്ടോ ഇത്. നമ്മൾ ഇന്നലെ വൈകുന്നേരം ഇവിടെ വന്നില്ലായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ബീച്ചിൻ്റെ അപ്പുറത്തെ ഭാഗമൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതാണ് കേട്ടോ ഇത്. നമ്മൾ നേരെ ബീച്ചിലേക്ക് ഇത് നമ്മൾ ഇന്നലെ വൈകുന്നേരം ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല കേട്ടോ. ഇത് ഇന്ന് രാവിലെയാണ് ഇങ്ങോട്ട് വന്നത്. ഞാൻ അപ്പുറത്തെ ഭാഗം മുഴുവനാണ് ഇന്നലെ വൈകുന്നേരം ഷൂട്ട് ചെയ്തത്. ഇത് നമ്മൾ നടന്ന് ബീച്ചിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് എത്തി. ഇവിടെ ഒരുപാട് പാറക്കൂട്ടങ്ങളാണ് ഉള്ളത്. ഇവിടെയാണ് ലൈറ്റ് ഹൗസ് ഒക്കെ ഉള്ളത്, കണ്ടില്ലായിരുന്നോ. ഏത് ഭാഗത്തും സൗന്ദര്യം മാത്രമാണ് ഉള്ളത് കേട്ടോ. അത്രയ്ക്ക് മനം മയക്കുന്ന സൗന്ദര്യങ്ങൾ തന്നെ. കണ്ടോ കല്ലിൽ വന്ന് തിരയടിക്കുന്നത്. ഇനി ഇപ്പുറത്ത് ഇങ്ങനെ മനോഹരമായ ഒരു ഭാഗമുണ്ട്. ഇതെല്ലാം ബീച്ചിൻ്റെ നമ്മൾ സ്ട്രെയിറ്റ് പോയിട്ട് ലെഫ്റ്റ് എടുക്കുമ്പോഴുള്ള ഭാഗമാണ്. ഇത് 2 ഭാഗമായിട്ടാണ് കേട്ടോ ബീച്ച്. നമ്മൾ ഇന്നലെ വന്ന ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഇറക്കത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കാണുന്ന ആ ഒരു ഭാഗവും അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ലെഫ്റ്റിലേക്ക് ഇങ്ങനെ തിരിയുമ്പോഴുള്ള ഭാഗവും, അങ്ങനെ 2 ഭാഗമാണ്. ഇവിടെയും ഒരുപാട് വള്ളങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും അങ്ങനെ അധികം കടലിലേക്ക് പോകുന്നില്ല എന്നാണ് പറയുന്നത്. 2-3 എണ്ണം മാത്രമേ പോകുന്നുള്ളൂ. നല്ല വെയിലാണ് കേട്ടോ. ഇപ്പോൾ ഒരു 11 മണി സമയമായി. അപ്പോൾ അതിശക്തമായ വെയിലുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ ആ വെയിലൊന്നും നമ്മൾ അറിയത്തേ ഇല്ല കേട്ടോ. ഇങ്ങനെ നടക്കുമ്പോഴേ ഇതിൻ്റെ ഭംഗി കണ്ടിങ്ങനെ നടക്കുമ്പോൾ നമ്മളതൊന്നും അറിയുന്നേ ഇല്ല. 2-3 ആൾക്കാർ ഇങ്ങനെ ചെറിയ ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഈ മീൻപിടുത്തക്കാർ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ കുറച്ചു നേരമൊക്കെ നോക്കി നിന്നു, അതിലൂടെ എന്തെങ്കിലും മീൻ കിട്ടുമെങ്കിൽ കാണാനായിട്ട്. പക്ഷെ അങ്ങനെയൊന്നും മീൻ കിട്ടിയില്ല കേട്ടോ. ചൂണ്ടയൊക്കെ ആയിട്ട് പോവുകയാണ്. പക്ഷെ ഞാൻ നോക്കിയിട്ടൊന്നും കിട്ടില്ല. ഇനി കുറേ സമയം കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുമെന്ന് അറിയില്ല. ഇതൊക്കെ ഇവർ മീൻപിടുത്തക്കാരാട്ടോ, അല്ലാത്തവർക്കൊന്നും ഇങ്ങനെ കടലിലേക്ക് ഇങ്ങനെ ഇറങ്ങി ചെന്ന് അങ്ങനെയൊന്നും പറ്റില്ല. ഈ സമയത്ത് ഞാൻ കണ്ടത് ഒരുപാട് ഫോറിനേഴ്സ് വെള്ളത്തിൽ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അവർക്ക് നീന്തൽ അറിയായിരിക്കും. കാരണം കുറേ കൂടി വെള്ളത്തിലേക്ക് അങ്ങനെ കടലിലേക്ക് അങ്ങോട്ട് നീങ്ങിയാണ് ഒരു പോകുന്നത്. ഇതിനൊരു റെഡ് ലൈനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അതൊക്കെ അവർ പാലിച്ചുകൊണ്ട് തന്നെയാണ് അവർ എൻജോയ് ചെയ്യുന്നത്. ഇങ്ങോട്ടേക്കും ഇപ്പുറത്തെ സൈഡിലേക്കും ഇതേപോലെ തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇപ്പുറത്തെ സൈഡിലെ കുറെ കൂടി പച്ചപ്പുള്ള ഭാഗമാണ് കേട്ടോ. നമ്മുടെ പാറക്കെട്ടുകൾ കൂടാതെ നല്ല പച്ചപ്പ് കൂടുതലുണ്ട് ഈ സൈഡിലേക്ക് വരുമ്പോൾ.
അപ്പോൾ ഇതാണ് കോവളം ബീച്ചിൻ്റെ മൊത്തത്തിലുള്ള വ്യൂ. ഞാനിപ്പോൾ കോവളം ബീച്ചിൻ്റെ ആ അറ്റം തൊട്ട് ഇപ്പുറത്തേക്ക് തിരിഞ്ഞ് ഈ അറ്റം വരെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ മനോഹരമായ വ്യൂ. ഞാൻ കണ്ട ആ ഭാഗം മുഴുവനും ഞാൻ കവർ ചെയ്തിട്ടുണ്ട് കോവളം ബീച്ച് കേട്ടോ. ഇനിയും ഒരുപക്ഷെ തിരുവനന്തപുരത്തുള്ള ആളുകൾക്ക് ഇതിനേക്കാട്ടും കൂടുതൽ ഈ ബീച്ചിൻ്റെ വേറെ ഭാഗങ്ങൾ കോവളം ബീച്ചിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ വന്നപ്പോൾ അവിടെ ഇപ്പോൾ തിരുവനന്തപുരത്തുള്ളാകുമ്പോൾ അവർക്ക് നന്നായിട്ട് അറിയാൻ പറ്റുമല്ലോ. ഞാൻ കണ്ട ഭാഗങ്ങളും കംപ്ലീറ്റ് എനിക്ക് കാണാൻ പറ്റുന്ന തരത്തിലുള്ള സ്ഥലത്തേക്ക് എല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. നല്ല പോയി ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, കരിക്കൊക്കെ ഒരുപാട് കിട്ടും. കൂടുതലും ഗൗളി തെങ്ങുകളുണ്ടല്ലോ, നമ്മുടെ ചെന്തെങ്ങുകൾ, അതാണ് ഉള്ളത് കേട്ടോ. ട്രിവാൻഡ്രത്ത് വന്നിട്ട് ലുലുവിലേക്ക്, അവിടുത്തെ ലുലുവിൽ ഞാൻ ഇന്നുവരെയും കയറിയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് അവിടെ വന്നേക്കുന്നത്. അപ്പോൾ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. നമുക്ക് കയറുമ്പോൾ തന്നെ കാണാം നല്ല ക്രിസ്മസ് ഡെക്കറേഷൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ ലുലുവിനകത്തേക്ക് ഒന്ന് കയറിയാലോ. ഫ്രണ്ടിൽ തന്നെ സ്നോമാനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് മാനുകൾ, നല്ല തിരക്കുണ്ട്. ഞായറാഴ്ചയാണ്, അതുപോലെ തന്നെ ഉച്ചയ്ക്കൊരു 1:30 മണി സമയമാണ്. അപ്പം ആലോചിക്കാമല്ലോ, ലുലുവിൽ നല്ല തിരക്കായിരിക്കുമല്ലോ. അപ്പം ഞാൻ അകത്തേക്ക് കയറി. പിന്നെ ഈ ഭാഗത്ത് തിരക്ക് കാണാത്തതെന്ന് വെച്ചാൽ കൂടുതലും ആളുകൾ ഇപ്പോൾ ഫുഡ് കോർട്ടിലായിരിക്കുമല്ലോ. അപ്പോൾ താഴത്ത് വലിയ തിരക്കില്ല. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത തിരുവനന്തപുരം ലുലുവിൻ്റെ 3ാമത്തെ വാർഷികം കൂടിയാണ് കേട്ടോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ 3 എന്ന് എഴുതി വെച്ചിട്ടുള്ള ലൈറ്റിങ്ങും കാര്യങ്ങളും എല്ലാം അതിൻ്റെയും കൂടി ഇവിടെയുണ്ട്. അപ്പോൾ ഇന്നത്തെ എന്തായാലും ലഞ്ച് എന്താണെങ്കിൽ ലുലുവിന് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ലുലുവിൽ വന്നു കഴിഞ്ഞാൽ മോൾക്ക് ഏറ്റവും ഇഷ്ടം മാക്ഡൊണാൾഡ്സ് ആണ്. അതുകൊണ്ട് അവൾക്ക് മാത്രം അവിടെ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ മാക്ഡൊണാൾഡ്സിൽ നിന്ന് ഞങ്ങൾ ഭക്ഷണം വാങ്ങിച്ചു. എന്നിട്ട് അത് നമ്മുടെ ഫുഡ് കോർട്ടിൽ കൊണ്ടുവച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് മാക്ഡൊണാൾഡ്സ് വേണ്ടെന്ന് വിചാരിച്ചു. ചപ്പാത്തിയോ അങ്ങനെ പൊറോട്ടയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതാ നോക്കൂ, നല്ല മൊത്തം നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കാരഭരിതമാണ്. കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല കേട്ടോ. ഈ മിന്നുന്നത് എല്ലാം നക്ഷത്രങ്ങളാണ് കേട്ടോ. നല്ല വെളിച്ചവും കൂടി ഉള്ളതുകൊണ്ടേ ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നല്ല ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിട്ടുണ്ട്. അത് കൂടാതെ അതിലെല്ലാം മിന്നി 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 മറിയുന്ന നക്ഷത്രങ്ങൾ. ഇപ്പോൾ നമ്മളിത് മാക്ഡൊണാൾഡ്സിൻ്റെ മുമ്പിലെത്തി. നല്ല തിരക്കാണ് കേട്ടോ. മാക്ഡൊണാൾഡ്സിൽ മാത്രമല്ല, ഫുഡ് കോർട്ട്സിലെല്ലാം നല്ല തിരക്കാണ്. കാരണം ലഞ്ച് സമയമാണല്ലോ. അപ്പോൾ മാക്ഡൊണാൾഡ്സിൽ നിന്ന് ക്രിസ്പി ചിക്കൻ ബർഗറും വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾക്ക് കഴിക്കാൻ നോർത്ത് ഇന്ത്യൻ എക്സ്പ്രസ് എന്ന ഷോപ്പിൽ നിന്നും നമ്മൾ പൊറോട്ടയും അതുപോലെ ചപ്പാത്തി പിന്നെ പാലക് പനീർ അതൊക്കെയാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് നേരത്തെ ഫുഡ് കോർട്ടിലെ സീറ്റിൽ വന്നിരുന്നു. ചിക്കൻ ഷീ കബാബ് വാങ്ങിച്ചു. ഇതാണ് പാലക് പനീർ. പിന്നെ ഷീ കബാബ് വാങ്ങിച്ചു. പിന്നെ ഒരു ബബിൾ ടീ വാങ്ങിച്ചു മാംഗോൻ്റെ. പിന്നെ ഇത് കൂടാതെ ഞാൻ അവിടുന്ന് വാങ്ങിച്ച ഒരു സ്പെഷ്യലായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ലസ്സിയാണ് കേട്ടോ. സ്ട്രോബെറി ലസ്സി ഞാൻ വാങ്ങിച്ചായിരുന്നു. അത് നോർത്ത് ഇന്ത്യൻ എക്സ്പ്രസ് എന്നാണ് വാങ്ങിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സ്ട്രോബെറി ലസ്സി. അപ്പോൾ അതൊക്കെ കഴിച്ചു. അങ്ങനെ ലഞ്ച് ഇന്ന് ലുലുവിനാക്കി. ഞാൻ ആദ്യമായിട്ട് ട്രിവാൻഡ്രം ലുലുവിൽ വന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് തന്നെയാക്കി ഇന്നത്തെ ലഞ്ച്. ഫുഡ് കോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വലിയൊരു ക്രിസ്മസ് ട്രീ ആട്ടോ വെച്ചേക്കുന്നത്. താഴത്തെ ലുലുവിലെ എല്ലാ ഫ്ലോറും കവർ ചെയ്യുന്ന രീതിയിൽ ഭയങ്കര വലുപ്പത്തിലുള്ള ക്രിസ്മസ് ട്രീ. അപ്പോൾ അതൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഫെലൂഡ നേഷനിൽ വന്നു. അവിടെ നിന്ന് ഒരു ഫെലൂഡ പാർസൽ വാങ്ങിച്ചു. കാരണം ഞങ്ങൾക്ക് ട്രെയിനിൻ്റെ സമയമായി, 4:30 ട്രെയിൻ. അപ്പോൾ അതുകൊണ്ട് ഒരു ഫെലൂഡ പാർസലാണ് വാങ്ങിച്ചത് കേട്ടോ. ഒരുപാട് വെറൈറ്റി ഫെലൂഡാസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചത് മുംബൈ നട്ട്സ് ഫെലൂഡ എന്ന് പറഞ്ഞ സ്പെഷ്യൽ ഫെലൂഡയാണ്. അപ്പോൾ അത് പാർസൽ വാങ്ങിച്ചു. ഫെലൂഡ നേഷനിൽ നിന്ന് ഫെലൂഡയൊക്കെ വാങ്ങിച്ചു. ഈ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അതിന് മുമ്പ് ഞാനൊരു സ്പെഷ്യലായിട്ട് സ്ഥലത്ത് കയറുന്നുണ്ട്. അതൊരു സർപ്രൈസ് ആണ് കേട്ടോ. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാവേ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ ഫ്രണ്ട്സ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ.